ഹായ് നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 25-നാണ്, നമ്മുടെ ക്രിസ്മസിൻ്റെ ദിവസം. അപ്പോൾ 26-ാം തീയതി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി, നമ്മുടെ മദ്യപാനം അഥവാ ലഹരി എന്ന വിഷയത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട്. കാരണം വ്യൂസൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം വെച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് ഫാമിലീസ് നേരിട്ട് പോകുന്ന ഒരു ഒറ്റ പ്രശ്നമാണ് ഈ മദ്യപാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നുള്ളത് കൊണ്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എന്നോടൊരാൾ പറഞ്ഞു, നീ മദ്യപാനത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തില്ലേ, ഞാൻ നിന്നോട് മിണ്ടില്ല, നീ എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ആളെ പറയണില്ല കേട്ടോ. ഞാൻ ആ ആളോട് പറയട്ടെ, നിങ്ങൾ ആ ആൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ മദ്യപാനം നിർത്തിയത് നിങ്ങൾക്ക് തന്നെ നല്ലത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അനുഭവിക്കുന്നത് നിങ്ങളുടെ ഫാമിലി കൂടിയാണ്. ആക്ച്വലി എന്ത് പ്രോബ്ലം ബേസ് ചെയ്ത് വന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ എന്തുണ്ടായാലും, ഭാര്യ ആയിക്കോട്ടെ, കുട്ടികളുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ അപ്പനമ്മമാരായാലും, ഭാര്യ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ഫാമിലി വേറെ ഉള്ളവർ, അങ്ങനെ എല്ലാവരും കൂട്ടത്തിൽ ചേർന്ന് അനുഭവിക്കണം. നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നില്ല. നിങ്ങളുടെ ഫാമിലി കൂടിയാണ് നിങ്ങളുടെ പ്രോബ്ലത്തിന് ഇരയാവുന്നത്. ഇപ്പോൾ ഭാര്യയും കുട്ടികളുള്ളവരാണെങ്കിൽ അവരും കൂടി ഇത് അനുഭവിക്കേണ്ട അവസ്ഥയാണ്, എന്ത് തെറ്റ് ചെയ്താലും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ സാധനം നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെക്കൊണ്ട് പറ്റായിക്കൊന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം വേറെ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞതിലൊരു തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ഒരു സ്ത്രീകളും പറയില്ല ഞാൻ മദ്യപാനത്തിനെ കുറിച്ച് പറഞ്ഞത് തെറ്റാണ് എന്ന്. ഒരു സ്ത്രീകളും പറയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവർ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് 100% അവർക്കറിയാം. ഇതിൻ്റെ പ്രോബ്ലം, അതായത് ഇത് വെച്ച് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരൊരിക്കലും ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തില്ല. മനസ്സിലായി? പിന്നെ പുരുഷന്മാർക്ക് ഇത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. എന്താ വെച്ചാൽ അവരുടെ മർമ്മത്തിന് കിട്ടുന്ന ഒരു അടിയാണ് ഈ സാധനം. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ്. കാരണം നിങ്ങൾ മദ്യപാനത്തിനെ കുറിച്ച് പറയല്ലേ, അപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടിയാണല്ലോ അത്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കാര്യത്തിൽ എന്ത് കാര്യം ചെയ്യാനായും സ്ത്രീ എന്ന് പുരുഷനൊന്നുമില്ല. ഈ മദ്യപാനത്തിൻ്റെ ബോട്ടിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ പുരുഷന്മാർക്ക് മാത്രമാണ് മദ്യപിക്കാവൂന്നൊന്നുമില്ല, സ്ത്രീകൾക്കും മദ്യപിക്കാം. ഇപ്പം നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കൂടെ സ്ത്രീയും മദ്യപിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവുമോ? ഒരിക്കലും ഉത്തരം ഉണ്ടാവില്ല. ഇനി ഇപ്പം നാളെ ഒരു പെണ്ണും തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ആണുങ്ങൾ നേരെ ആയില്ലെങ്കിൽ പെണ്ണുങ്ങളും തുടങ്ങും. അത് തന്നെയാണ് സംഭവിക്കാൻ പോണത്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്നോട് മിണ്ടാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്നോട് കലപ്പ് വിചാരിച്ചത് കൊണ്ടോ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു പെണ്ണും പറയില്ല ഞാൻ പറഞ്ഞ തെറ്റാണെന്ന്. കാരണം ഈ വീഡിയോയിൽ കാണുന്ന പെണ്ണുങ്ങൾക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. കാരണം കള്ളു കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ നിന്ന് അടി കിട്ടിയുള്ള പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ പുരുഷന്മാരോട് പറയുക, ഇതിൻ്റെ പേരിൽ രോമാഞ്ചം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ രോഷം കൊണ്ടിട്ടോ ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തളർന്നു കിടന്നാൽ നിങ്ങളുടെ കൂട്ടുകാരന്മാർ തിരിഞ്ഞ് നോക്കില്ല നിങ്ങളെ. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ പെങ്ങൾ, അപ്പൻ, ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ നോക്കാനുണ്ടാവുള്ളൂ. ഒരു കൂട്ടുകാരൻ നോക്കില്ല. നിങ്ങൾ മറന്നു പോകരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.